വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ എല്ലാവിധ അനുഗ്രഹവും തൗഫീക്കും നമ്മിലും നമ്മുടെ ജീവിതത്തിലുമെല്ലാം ഉണ്ടാകുമാറാവട്ടെ. ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയത്താണ് അള്ളാഹുവിൻ്റെ വചനം പഠിക്കാനും കേൾക്കാനും ഒക്കെയായി നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു ഒത്തുചേരൽ നാളെ മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറത്ത് അസ്വാഫാത്തിലെ 145 മുതൽ 152 വരെയുള്ള ആയത്തുകളാണ്. ചെറിയ ആയത്തുകളായതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ആയത്തുകൾ വരുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആയത്തുകൾ ഒന്ന് ഓതാം. أعوذ بالله من الشيطان الرجيم فنبذناه بالعراء وهو سقيم وأنبتنا عليه شجرة من يقطين وأرسلناه إلى 100,000 أو يزيدون فآمنوا فمتعناهم إلى حين فاستفتهم ألربك البنات ولهم البنون أم خلقنا الملائكة إناثا وهم شاهدون ألا إنهم من إفكهم ليقولون ولد الله وإنهم لكاذبون. അതുവരെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഒന്ന് ഓതാം, നമ്മൾ ഓതിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فنبذناه بالعراء وهو سقيم وأنبتنا عليه شجرة من يقطين وأرسلناه إلى 100,000 أو يزيدون فآمنوا فمتعناهم إلى حين فاستفتهم ألربك البنات ولهم البنون أم خلقنا الملائكة إناثا وهم شاهدون ألا إنهم من إفكهم ليقولون ولد الله وإنهم لكاذبون. അപ്പോ ഇത്ര ആയത്താണ് 145 മുതൽ 152 വരെയുള്ള ആയത്തുകൾ ഇൻഷാ അല്ലാഹ്. നൂറ്റി 45 ആയത്താണ് സ്ക്രീനിൽ നമ്മൾ കാണുന്നത്.
ഫനബദ്നാഹു ബിൽ അറാഇ വഹുവ സഖീം. നമ്മൾ പഠിച്ചതുപോലെ ഇവിടെ ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ആയത്തുകളുടെ അർത്ഥം നമ്മൾ വായിച്ചിരുന്നല്ലോ. അതായത് യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ആ ഒരു ചരിത്രം ചുരുങ്ങിയ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞുതരാണ്. വർഷങ്ങൾ കൊണ്ടെടുത്ത് നടന്ന ഒരു ചരിത്ര ഭാഗം, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റുകൾ, പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ സൂറത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അതില് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം എടുത്തു നിർത്തിയത് അദ്ദേഹം അള്ളാഹുവിനോട് തസ്ബീഹ് ചെയ്തിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങിയില്ലായിരുന്നെങ്കിൽ, അള്ളാഹുവിന് തസ്ബീഹുകൾ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ അദ്ദേഹം അകപ്പെട്ട് കിടക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹം നടത്തിയ പ്രാർത്ഥനയുടെ പ്രാധാന്യം, യൂനുസ് നബി അലൈഹിസ്സലാം ജീവിതത്തിൽ നിരന്തരം കാത്തു സൂക്ഷിച്ച ദിക്റുകൾ, ഇതൊക്കെ അദ്ദേഹത്തിന് ആ സമയത്ത് തുണയായി എന്നാണ് പറയുന്നത്. അങ്ങനെ മുഫസ്സിറുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു അത്ഭുതമാണ്. 2-3 ദിവസത്തോളം ആ മത്സ്യത്തിന്റെ വയറ്റിൽ അദ്ദേഹം അകപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം, റബ്ബിന്റെ ഇടപെടൽ നടക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, ലോകത്ത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗ്രന്ഥത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന ചരിത്രങ്ങളിൽ ഇങ്ങനെ ഒരു പരീക്ഷണത്തിൽ അകപ്പെട്ട വേറൊരു പ്രവാചകനെ പറ്റിയോ വേറൊരു മനുഷ്യരെ പറ്റിയോ എവിടെയും പറയുന്നില്ല. അപ്പൊ അത്രയും അത്ഭുതമാണ്. ഫനബദ്നാഹു, എന്നിട്ട് നാം അദ്ദേഹത്തെ എറിഞ്ഞു, അല്ലെങ്കിൽ ഇട്ടു. നബദ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു എന്നാണ്. നബദ, നാം അദ്ദേഹത്തെ എറിഞ്ഞു കളഞ്ഞു, അല്ലെങ്കിൽ നാം അദ്ദേഹത്തെ കൊണ്ടുപോയി ഇട്ടു. ബിൽ അറാഇ, അറ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ സ്ഥലത്ത്, നഗ്നമായത് എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒഴിഞ്ഞ സ്ഥലത്ത്, ഒരു ഒഴിവുള്ള ഒഴിഞ്ഞ ഒരു പ്രദേശത്ത്. വഹുവ സക്കീം, അദ്ദേഹം അനാരോഗ്യനായിരിക്കെ എന്ന് പറഞ്ഞാല് ഒരു സാധാരണഗതിയുള്ള ഒരവസ്ഥയിലല്ല അദ്ദേഹം കഴിഞ്ഞത്. സ്വാഭാവികമായും അങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് പുറംതള്ളപ്പെടുമ്പോൾ അദ്ദേഹം ഒരു രോഗാവസ്ഥയിലായിരിക്കും. ഇപ്പൊ എന്തൊക്കെ നിലയ്ക്കുള്ള രോഗമാണ് അദ്ദേഹത്തെ പിടിപെട്ടത് അല്ലെങ്കിൽ ഒന്നും നമുക്കറിയില്ല. എന്തായാലും ആ ഒരു കാരണത്താൽ, അദ്ദേഹം അകപ്പെട്ട ആ ഒരു വിപത്ത് കാരണത്താൽ അദ്ദേഹത്തിന് വലിയ അനാരോഗ്യമുണ്ടായി എന്നാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. സക്കീം എന്ന് പറഞ്ഞാൽ രോഗി എന്നുള്ള അർത്ഥമാണ്. സക്കമ് എന്ന് പറഞ്ഞാൽ രോഗമാണ്, സക്കീം എന്ന് പറഞ്ഞാൽ രോഗിയാണ്. അപ്പം അദ്ദേഹം അനാരോഗ്യനായ നിലയിൽ അദ്ദേഹത്തെ നാം ആ നഗ്ന പ്രദേശത്ത് ഇട്ടുകൊടുത്തു. എന്നിട്ടോ അള്ളാഹു ചെയ്ത അടുത്ത റബ്ബിന്റെ ഒരു ഇടപെടൽ എന്താവുക? അംബത്തിന, അവിടെ ഇക്ലാബാണല്ലോ, അപ്പൊ അൻ എന്നത് എന്നോദനം. അംബത്തിന, നാം ഉൽപ്പാദിപ്പിച്ചു, അല്ലെങ്കിൽ നാം മുളപ്പിച്ചു. അൻബത്ത യുൻബിത്തു എന്ന് പറഞ്ഞാൽ മുളപ്പിച്ചു എന്നാണ് അർത്ഥം. അപ്പൊ അൻബത്തിന ഖുർആനിൽ കൂടുതൽ വന്നിട്ടുള്ള ഒരു പദം കൂടിയാണ് അംബത്ത എന്ന പദം. അൻബത്ത യുൻബിത്തു ഇൻബാത്തൻ ഫഹുവ മുൻബിത്തുൻ എന്ന് പറയും. നബാത്ത് എന്ന് പറഞ്ഞാൽ ചെടികളാണ്. അപ്പൊ അമ്പത്തിന, നാം മുളപ്പിക്കുകയും ചെയ്തു. അലൈഹി, അദ്ദേഹം ആ കിടന്ന സ്ഥലത്ത്, അദ്ദേഹത്തെ പുറന്തള്ളപ്പെട്ട സ്ഥലത്ത് അള്ളാഹ് എന്ത് ചെയ്തു? അള്ളാഹ് മുളപ്പിച്ചെടുക്കുകയാണ്. ഷജറത്തൻ, ഒരു മരത്തെ. ഇവിടെ മരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയൊരു വൃക്ഷം എന്നുള്ള രൂപത്തിലല്ല. സാധാരണ ചില സമയത്ത് ചെടികള്, വള്ളികള്, ഇതിനൊക്കെ അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. പൊതുവെ വലിയ മരങ്ങൾക്കാണ് ഈ ഷജറത്ത് എന്ന് പറയാ. ഷജറത്ത്, ഷജറത്തുൻ ജമ്മു ഷജർ, അതുപോലെ അതിന്റെ ജമാ ഷജാറ്, അങ്ങനെയൊക്കെ വരും. അപ്പം അള്ളാഹ് ഒരു മരം മുളപ്പിച്ചു, അല്ലെ ഒരു വള്ളി മുളപ്പിച്ചു. എന്തിൽപ്പെട്ട? മിൻ യഖ്തീൻ. യഖ്തീൻ എന്ന് പറഞ്ഞാല് ചുരങ്ങ വർഗത്തിൽപ്പെട്ട എന്നാണ് അർത്ഥം. ചുരങ്ങ വർഗത്തിൽപ്പെട്ട. അത് എന്താണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയുന്നില്ല. അപ്പൊ ചുരങ്ങ വർഗത്തിൽപ്പെട്ട ഒരു ചെടി അല്ലെങ്കിൽ ഒരു വള്ളി അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ മുളപ്പിച്ചു കൊണ്ടുവന്നു. അതിനെ പെട്ടെന്ന് വലുതാക്കി, അതിന് കായകൾ ഉണ്ടായി. ചെടി വലുതായി അദ്ദേഹത്തിന് തണല് നൽകി. അപ്പൊ അദ്ദേഹത്തിന് സംരക്ഷണമായി. അദ്ദേഹം അതിന്റെ കായ പറിച്ച് ഭക്ഷിച്ചു. അത് അദ്ദേഹത്തിന്റെ ആരോഗ്യം തിരിച്ചെടുക്കാനുള്ള ഒരു ഏറ്റവും നല്ല ഒരു തണലായി, അല്ലെങ്കിൽ താങ്ങായി മാറി എന്നാണ്. അപ്പൊ ഇതില് മുഫസ്സിറുകൾ പറയുന്നത് ഈ മത്തൻ, അതേപോലെ വെള്ളരി, ചുരങ്ങ, ആ വർഗത്തിൽപ്പെട്ട
അതിനൊക്കെ എന്ത് പറയാറുണ്ട്? ഈ പറഞ്ഞ ഈ യക്തി എന്ന് പറയാറുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു ഇത് മാത്രമല്ല. ഇനി അത് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അർസൽനാഹു ഇലാ മിഅത്തി അൽഫിൻ ഔ യസീദൂൻ എന്നാണ്. അതായത് യൂനുസ് നബി അലൈഹിസ്സലാമയുടെ ജനത, അന്നത്തെ നീനവ പട്ടണത്തിൽ ജീവിച്ച ആളുകളുടെ ഒരു എണ്ണം പറയാണ് ഇവിടെ. വഅർസൽനാഹു ഇലാ മിഅത്തി അൽഫിൻ ഔ യസീദൂൻ എന്നാണ്. എത്രയോ കാലങ്ങൾക്ക് മുമ്പാണ് യൂനുസ് നബി അലൈഹിസ്സലാം ഒരു നബിയായി ആ നാട്ടിലേക്ക് നിയോഗിക്കപ്പെടുന്നത്. എന്നിട്ട് പോലും പിന്നെ ആ നാട് അതെന്ന് പറഞ്ഞാൽ ഇറാഖിലെ യൂഫ്രട്ടീസ് നദീതീരത്തിനടുത്തുള്ള നമ്മൾ പറഞ്ഞു നീനവ എന്ന് പറയുന്ന ഒരു വലിയ പട്ടണത്തിലേക്കാണ് അന്ന് യൂനുസ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു നബിയായി നിയോഗിക്കുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് പിന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു പ്രദേശം, ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു നാടെന്ന് പറഞ്ഞാൽ സത്യത്തിൽ വലിയൊരു അത്ഭുതമാണ്. അപ്പം അന്നത്തെ അത്രയും ആളുകൾ ജീവിക്കുന്ന വലിയൊരു ടൗൺ, വലിയൊരു പ്രദേശം എന്ന് വേണേൽ പറയാം. അവിടേക്കാണ് യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ നിയോഗം. അല്ലാഹ് പറയാണ് വഅർസൽനാഹു, നാം അദ്ദേഹത്തെ അയക്കുകയും ചെയ്തു. എങ്ങോട്ട്? അല്ലെങ്കിൽ എത്രയേറെ ആളുകളുള്ള ഒരു സ്ഥലത്തേക്ക്. ഇലാ മിഅത്തി അൽഫിൻ ഔ യസീദൂൻ. ഇലാ മിഅത്തി അൽഫ് എന്ന് പറഞ്ഞാല് 100,000. 100,000 എന്ന് വെച്ചാൽ ലക്ഷം എന്നാണ്. ഔ യസീദൂൻ എന്നാണ്. സാദ എന്ന് പറഞ്ഞാല് അധികരിച്ചു. അപ്പോ അല്ലെങ്കിൽ അധികരിക്കുന്നവരിലേക്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എന്നാണ്. 1,00,000 അതല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുന്ന ആളുകളിലേക്കാണ് നാം യൂനുസ് നബി അലൈഹി സ്വലാമിനെ അയച്ചത് എന്നുള്ളതാണ്. അപ്പം അതിന് മുഫസ്സിറുകൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് 1,00,000മോ 2,00,000മോ 3,00,000മോ ഒക്കെ ആകാം. അപ്പൊ അത്രയും ആളുകൾ തിങ്ങി താമസിക്കുന്ന ജനബാഹുല്യമുള്ള ഒരു നാട്ടിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല യൂനുസ് നബി അലൈഹി സ്വലാമിനെ അയക്കുകയാണ്. ഖുർആനിൽ ഏറ്റവും കൂടുതൽ ചരിത്രം എടുത്ത് പറയപ്പെട്ട ഒരു നബി കൂടിയാണല്ലോ യൂനുസ് നബി അലൈഹി സ്വലാം എന്ന് പറയുന്നത്. ഖുർആനിൽ 4 തവണയാണ് അദ്ദേഹത്തിന്റെ പേര് വന്നിട്ടുള്ളത്, 4 തവണ. അതേപോലെ സ്വാഹിബുൽ ഹൂത്ത്, മത്സ്യത്തിന്റെ ആൾ എന്ന ആ ഒരു അർത്ഥത്തിൽ 2 തവണ വേറെ ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പല പേരുകളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ ദുന്നൂൻ എന്ന പേരിൽ. അപ്പൊ യൂനുസ്, സ്വാഹിബുൽ ഹൗത്ത്, ദുന്നൂൻ, ഇങ്ങനെ 3 പേരുകളിൽ അറിയപ്പെട്ടു. ഒന്ന് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര്, മറ്റ് 2 പേരുകളും ആ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട കാരണത്താൽ ലഭിക്കപ്പെട്ട അള്ളാഹു വിശേഷിപ്പിച്ച നാമമാണ്. അതുകൊണ്ടാണ് ആ ഒരു പേര് വന്നത്. അപ്പൊ അള്ളാഹ് പറയാണ് 1,00,000മോ അല്ലെങ്കിൽ 1,00,000-ത്തേക്കാൾ ഏറെയോ ഉള്ള ഒരു നാട്ടിലേക്കാണ് അദ്ദേഹത്തെ നാം അയച്ചത്. വലിയൊരു ജനസഞ്ചയം. ഫആമനു, എന്നിട്ട് റബ്ബ് പറയുന്നു ഫആമനു ഫമത്തഅനാഹും ഇലാ ഹീൻ. എന്നിട്ട് എന്ത് ചെയ്തു? അവർ വിശ്വസിച്ചു. വിശ്വസിച്ചപ്പോൾ എന്ത് ചെയ്തു? ഫമത്തഅനാഹും ഇലാ ഹീൻ, നാം അവർക്ക് കുറെ കാലത്തോളം സുഖജീവിതം നൽകി. ഇലാഹി എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത, അള്ളാഹ് ഉദ്ദേശിച്ച ഒരു നിശ്ചിത കാലം. അപ്പൊ അള്ളാഹ് ഉദ്ദേശിച്ച ഒരു കാലത്തേക്ക് നാം അവർക്ക് സുഖജീവിതം കൊടുത്തു. മത്താ എന്ന് പറയാമല്ലോ. മത്താ എന്ന് പറഞ്ഞാൽ വിഭവം എന്നർത്ഥം. അപ്പൊ നമ്മളൊക്കെ ഈ ഹജ്ജിന്റെ സമയത്ത് പിന്നെ തമത്വ എന്ന് പറയും, അതൊക്കെ ഇന്ന് വരുന്നതാണ്, സുഖമെടുക്കൽ. അപ്പം നാം അദ്ദേഹത്തെ അല്ലെങ്കിൽ അവർക്ക്, ആ ജനതയ്ക്ക്, നീനവ എന്ന് പറയുന്ന പട്ടണത്തിൽ താമസിക്കുന്ന ആ ആളുകൾക്കൊക്കെ നാം എന്ത് ചെയ്തു? ഒരു സുഖജീവിതം കൊടുത്തു. അവർക്ക് ജീവിത വിഭവങ്ങൾ നാം ഒരുപാട് കൊടുത്തു എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ 2 ആയത്തുകൾ നോക്കുമ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് തോന്നാ, അള്ളാഹ് ആ നാട്ടിലേക്ക് യൂനുസ് നബി അലൈഹി സ്വലാമിനെ അയച്ചു. യൂനുസ് നബി അലൈഹി സ്വലാം ദഅവത്ത് നടത്തി, തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിച്ചു. അത് കേട്ടപ്പോൾ ആളുകളെല്ലാം വിശ്വാസികളായി എന്നുള്ളതാണ്. അങ്ങനെയല്ല, മറിച്ച് പിന്നെ യൂനുസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂനുസ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു അയച്ചു. യൂനുസ് നബി അലൈഹി സ്വലാം ദഅവത്ത് നടത്തി. പിന്നെ യൂനുസ് നബി അലൈഹി സ്വലാം ദഅവത്ത് നടത്തിയപ്പോൾ അതിൽ ഒരാൾ പോലും സ്വീകരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ യൂനുസ് നബി അലൈഹി സ്വലാം അവരോട് ദേഷ്യപ്പെട്ട് ആ നാട്ടിൽ നിന്ന് പോയ സമയത്ത് ആ നാട്ടില് ശിക്ഷയുടെ ചില അടയാളങ്ങൾ, ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങിയപ്പോൾ ആ ജനത ഒന്നായി ഭയപ്പെട്ടു. അവർ തൗബ ചെയ്തു.
അവരൊക്കെ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി. അവര് തൗഹീദിൽ വിശ്വസിച്ചു, മുസ്ലിങ്ങളായി. അപ്പോഴാണ് അള്ളാഹു എന്ത് ചെയ്തത്? അള്ളാഹു തന്റെ ശിക്ഷയെ പിൻവലിക്കുകയാണ്. ആ നാട്ടിൽ ഇറക്കേണ്ട ശിക്ഷയെ പിൻവലിക്കുകയും പിന്നീട് യൂനുസ് നബി അലൈഹിസ്സലാം വന്നു നോക്കുമ്പോൾ ആളുകളെല്ലാം വിശ്വാസികളായതായി കാണുകയും ചെയ്യുന്നു. പിന്നെ ചില അഭിപ്രായ പ്രകാരം അദ്ദേഹം പിന്നെ ആ നാട്ടിലേക്കല്ല വേറെ നാട്ടിലേക്കാണ് പോയെന്നൊക്കെയുള്ള അഭിപ്രായമുണ്ടെങ്കിൽ പോലും അതല്ല ശരിക്ക് അദ്ദേഹം വന്നപ്പോൾ കാണുന്നത് ആളുകളൊക്കെ വിശ്വാസികളായതാണ്. അതേപോലെ തന്നെ അഷൂർ എന്നറിയപ്പെടുന്ന രാജാക്കന്മാർ ഭരിച്ചിരുന്ന നാടാണ് നീനവ എന്നും ഈ ചരിത്രങ്ങളിലും തഫ്സീറുകളിലൊക്കെ പറയുന്നത് കാണാം. എന്തായാലും അന്നത്തെ കാലത്തെ ലോകത്തിന്റെ തന്നെ വലിയൊരു തിരക്കേറിയ നഗരമായിരുന്നു നീനവ എന്ന് നമുക്ക് ഈ പ്രയോഗത്തിൽ നിന്ന് അള്ളാഹു ആ നാടിന്റെ ജനബാഹുല്യവും എണ്ണവും പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ മറ്റ് ചരിത്രങ്ങളൊക്കെ പറയുന്നിടത്ത് എവിടെയും ഒരു നാടിന്റെ ഒരു ആളുകളുടെ എണ്ണത്തെ പറ്റി ഒന്നും പറയുന്നില്ല. യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറഞ്ഞിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നാട്ടിലെ എണ്ണം പോലും എടുത്തു പറഞ്ഞു. അത്രയും വലിയൊരു ജനസമൂഹം ഉണ്ടായിരുന്ന നാടായിരുന്നു അത്. അത് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ മക്ക മുശ്രിക്കുകളുടെയൊക്കെ വിശ്വാസത്തെ പറ്റിയാണ്. മക്ക മുശ്രിക്കുകളുടെ വിശ്വാസത്തെ പറ്റിയാണ്. നബിയോട് പറയാണ്, ഫസ്തഫ്തിഹിം, നബിയെ അവരോട് അഭിപ്രായം അന്വേഷിക്കുക. ശരിക്ക് ഇസ്തഫ്ത എന്ന് പറഞ്ഞാൽ വിധി തേടുന്ന, ഫത്വ ചോദിക്കുക, ഫത്വ അന്വേഷിക്കുക എന്നാണ് പറയാൻ. അപ്പൊ ഇവിടെ നബി മുശ്രിക്കുകളോട് ഫത്വ തേടി എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശരിയാവില്ലല്ലോ. അപ്പൊ ഫത്വ എന്നതിന് ഇവിടെ അർത്ഥം അഭിപ്രായം തേടുന്ന, ഇസ്തഫ്ത, യസ്തഫ്തി, ഇസ്തിഫ്ത എന്ന് പറയും. അപ്പം ഫത്വ കൊടുക്കുന്ന ആളുകൾക്ക് മുഫ്തി എന്നാ പറയാ. ഫത്വ നൽകുന്നു മുഫ്തി എന്ന് പറയും. ഫത്വ എന്ന് പറയുന്നത് ഒരാൾ ചോദിക്കുന്ന അയാളുടെ സാഹചര്യം, കാലഘട്ടം, അവസ്ഥ ഇതൊക്കെ അനുസരിച്ച് അദ്ദേഹത്തിന് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനാണ് ഫത്വ നൽകുക എന്ന് പറയാം. അപ്പം നബിയെ നീ അവരോടൊന്ന് അഭിപ്രായം ചോദിക്ക്. അലി റബ്ബിക്കൽ ബനാത്ത്, നിന്റെ റബ്ബിന് പെൺമക്കളും വലഹുമുൽ ബനൂൻ, അവർ കാൺമക്കളുമോ? നിന്റെ റബ്ബിന് പെൺമക്കളും അവർ കാൺമക്കളുമോ? നമ്മള് പലതവണ കേട്ടിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് അള്ളാഹ് അങ്ങനെ ചോദിച്ചത് മുശ്രിക്കുകളോട്? കാരണം മുശ്രിക്കുകൾക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. മലക്കുകൾ എന്ന് പറഞ്ഞാൽ അവര് അള്ളാഹുവിന്റെ പെൺമക്കൾ, അള്ളാഹ്ക്കുണ്ടായ പെൺമക്കളുടെ പേരാണ് മലക്ക്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? മലക്കുകളുടെ നാമങ്ങൾ കൊടുത്ത് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ച് ഈ പെൺ രൂപങ്ങളെ അവര് ആരാധിച്ചിരുന്നു, സ്ത്രീകളുടെ രൂപത്തിൽ. ഇന്ന് നമുക്കറിയാം ഹൈന്ദവ ക്ഷേത്രങ്ങളിലൊക്കെ പോയാൽ സ്ത്രീകളുടെയൊക്കെ രൂപങ്ങളൊക്കെ അവിടെ കൊത്തിവെച്ചത് കാണാൻ പറ്റും. ഇതുപോലെ ദേവിമാർ എന്ന നിലയ്ക്ക് ഈ മലക്കുകളുടെ പേരുകളിട്ട് ഇവർ ആരാധിച്ചിരുന്നു. എന്നാൽ ആൺമക്കൾ പിറക്കുന്നവർക്ക് അഭിമാനമായിരുന്നു. അവരത് ആളുകളെ അറിയിക്കും, ആഘോഷിക്കും, ആനന്ദിക്കും. പെൺമക്കൾ ഉണ്ടായാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയില്ല, അവർക്ക് ദേഷ്യം വരും, മുഖം കറുക്കും, അപമാനം. ചില ആളുകൾ ആ കുഞ്ഞിനെ അപമാനം കൊണ്ട് ഖുറാൻ പറയുന്നതാണ്, കുഴിച്ചു മൂടും. അപ്പം നാളെ പരലോകത്തെത്തുമ്പോൾ ആ പെൺകുട്ടിയോട് ചോദിക്കുമല്ലോ, വൈദൽ മൗഊദത്തു സുഇലത്, എന്ത് തെറ്റ് ചെയ്തിട്ടാ മോളെ നിന്നെ ഇവര് കുഴിച്ചു മൂടിയത് എന്ന്. അപ്പോ അതൊക്കെ ഖുറാൻ നമുക്ക് പറഞ്ഞു തന്നാണ്. അപ്പൊ അള്ളാഹ് ചോദിക്കുകയാണ്, നിങ്ങൾ അഭിമാനമായി കൊണ്ട് നടക്കുന്ന ആൺമക്കള് നിങ്ങൾക്കും, നിങ്ങൾക്ക് വേണ്ടാത്ത പെൺമക്കളെ അള്ളാഹ്ക്ക് നിങ്ങൾ സ്ഥാപിക്കുകയാണോ എന്ന്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് പിന്നെ മലക്കുകളെ പറ്റി, അള്ളാഹ് പെൺമക്കളായി സൃഷ്ടിച്ചവരാണോ മലക്കുകൾ? അല്ലെ, ആൺപെൺ വ്യത്യാസമില്ലാത്ത അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് മലക്കുകൾ എന്ന് പറയുന്നത്. ജിന്നുകളിൽ പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, മനുഷ്യരിൽ പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. പക്ഷെ അള്ളാഹു മലക്കുകളെ ആ രൂപത്തിലല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ റബ്ബ് പറയാണ്, അം ഖലഖ്നൽ മലായികത ഇനാസൻ, അം ഖലഖ്ന, നാം സൃഷ്ടിച്ചിരിക്കുന്നുവോ, അൽ മലായികത, മലക്കുകളെ, ഇനാസൻ, പെണ്ണുങ്ങളായി, വഹും, അവരാവട്ടെ ഷാഹിദൂൻ, അതിന് സാക്ഷികളാണോ? അപ്പം അവർ സാക്ഷികളായിക്കൊണ്ട് മലക്കുകളെ നാം സ്ത്രീകളായി സൃഷ്ടിച്ചിരിക്കുകയാണോ? മക്കാ മുശ്രിക്കുകള് അള്ളാന്റെ പേരിൽ പറഞ്ഞ കള്ളാണ്, മലക്കുകൾ അള്ളാന്റെ പെൺമക്കളാണ്. അള്ളാഹ് തിരിച്ചു വയ്ക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന പെൺമക്കൾ അള്ളാഹ്ക്ക് നിങ്ങൾ സ്ഥാപിക്കുകയാണോ? മാത്രമല്ല, അള്ളാഹ്ക്ക് പെൺമക്കൾ ഉണ്ട് എന്നതിന് നിങ്ങൾക്ക് എന്ത് സാക്ഷിത്താണുള്ളത്? വെറുതെ അള്ളാഹുവിന്റെ പേരിൽ
ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പടച്ചു വിടുകയല്ലേ എന്നാണ് റബ്ബ് ചോദിക്കുന്നത്. അപ്പൊ അവരുടെ അബദ്ധ വിശ്വാസത്തെ തിരുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. എന്നിട്ട് അല്ലാഹ് പറയാണ്, അലാ ഇന്നഹും മിൻ ഇഫ്കിഹിം ലയഖൂലൂൻ. അലാ എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ്. അലായും അല്ലായും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ല എന്ന് പറഞ്ഞാൽ നിഷേധാർത്ഥാണ്. അല എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ് അർത്ഥം. അല അറിയുക, ഇന്നഹും തീർച്ചയായും അവര്, മിൻ ഇഫ്കിഹിം അവരുടെ കള്ളം നിമിത്തം, നുണകൾ നിമിത്തം, ലയക്കൂലൂൻ അവര് പറയാണ്. അപ്പൊ ഇഫ്ക് എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നത് എന്നാണ് അർത്ഥം. ഇഫ്ക് എന്ന് പറഞ്ഞാൽ, ഇഫ്ക് ഖുറാനിൽ വന്നിട്ടുണ്ട്. അഫാക്ക് എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമച്ച് പറയുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥത്തില്. അപ്പൊ അറിയുക, അവർ തങ്ങളുടെ കള്ളം നിമിത്തം പറയാണ്, കെട്ടിച്ചമച്ച് കളവുകൾ പടച്ചുണ്ടാക്കി പറയാണ്. എന്താണ് അവർ പറയുന്നത്? 152 ആയത്ത്, വലദല്ലാഹു വ ഇന്നഹും ലകാദിബൂൻ. വലദല്ലാ, അല്ലാഹു മക്കളെ ജനിപ്പിച്ചു എന്ന് നമ്മള് സൂറത്തു ഇഖ്ലാസ് പഠിക്കുമ്പോൾ കാണാമല്ലോ. ഖുൽ ഹുവല്ലാഹു അഹദ് കഴിഞ്ഞിട്ട് ലം യലിദ് വലം യൂലദ്. അപ്പൊ വലദല്ലാ, വലദല്ലാ വെച്ചാല് വലദ യലിദു. വലത് എന്ന് പറഞ്ഞാൽ കുട്ടി, വലത എന്ന് വെച്ചാൽ പ്രസവിച്ചു എന്നാണ്, ജനിപ്പിച്ചു എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ വലദല്ലാഹു അള്ളാഹു ജനിപ്പിച്ചിരിക്കുന്നു എന്ന്. എന്തിനെ? സന്താനത്തെ. വ ഇന്നഹും തീർച്ചയായും അവർ ലകാദിബൂൻ അവർ വ്യാജമാണ് പറയുന്നത്. അള്ളാഹ് കുട്ടികളെ ഉണ്ടാക്കിയിട്ടുണ്ട്, അള്ളാഹ്ക്ക് മക്കളുണ്ട്, അള്ളാഹിന്റെ പെൺമക്കളാണ് ഈ മലക്കുകൾ എന്നിങ്ങനെയുള്ള വാദങ്ങളൊക്കെ അള്ളാഹുവിന്റെ പേരിൽ വെറുതെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന പിന്നെ വ്യാഖ്യാനങ്ങളാണ്. അള്ളാഹു അതിൽ നിന്നൊക്കെ എത്രയോ പരിശുദ്ധനാണ് എന്ന് റബ്ബ് സ്ഥാപിക്കുകയാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി ക്രിസ്ത്യാനികൾ അള്ളാഹുവിന്റെ പുത്രനാണെന്ന് പറഞ്ഞു. അള്ളാഹു പറഞ്ഞത് ആകാശവും ഭൂമിയും ഒക്കെ പൊട്ടി തകർന്നു പോകാൻ മാത്രം ഗൗരവമുള്ള വാക്കാണെന്നാണ്. അതുപോലെ ഉസൈർ എന്ന പ്രവാചകൻ അള്ളാഹുവിന്റെ പുത്രനാണെന്ന് ജൂതന്മാർ പറഞ്ഞു. അപ്പൊ അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്നുള്ള വിശ്വാസം പല സമൂഹങ്ങളിലും പല നബിമാരും കടന്നു ഇതിനകത്തുണ്ടായിട്ടുണ്ട്. അള്ളാഹു പറയുന്നത് റബ്ബ് അതിൽ നിന്നൊക്കെ എത്രയോ പരിശുദ്ധനാണ്. കാരണം കുൽ ഹു അല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ് എന്ന് അള്ളാഹു എല്ലായിടത്തും സ്ഥാപിക്കുന്നത് കാണാം. അപ്പൊ ആ ഏകത്വം അംഗീകരിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. എല്ലാവിധ ഷിർക്കിൽ നിന്നും നമ്മൾ സുരക്ഷിതരായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത. അള്ളാഹു തൗഹീദിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതോടൊപ്പം പ്രിയമുള്ളവരെ സൂചിപ്പിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഇവിടെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടാണ് ക്ലാസ് നടക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ സുബഹി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ, ഇവിടെ ഇപ്പം പള്ളിയിരിക്കുമ്പം തന്നെ മിസൈലുകളും മറ്റൊക്കെ വരുന്നുണ്ട്. അത് പിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അലാറങ്ങളൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് ക്ലാസ് എടുക്കുന്ന സമയത്തും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ കടന്നു വരും, പല രൂപത്തിലാകാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയാവുന്ന ലോകത്തെ മുഴുവൻ ഈ ഒരു അശാന്തിയും പ്രയാസങ്ങളും ബാധിച്ചിട്ടുണ്ട്. ഒരു നേർക്ക് നേരെ ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ കുവൈറ്റിലുള്ളപ്പോൾ നേരിട്ട് നമ്മളിത് കാണുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ പ്രയാസങ്ങൾ നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം എല്ലാ ഫിത്നകളിൽ നിന്നും നമ്മയും നമ്മുടെ നാടിനെയും എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഈ നാടിന്റെ ഭരണാധികാരികൾക്ക് കാര്യങ്ങൾ നേരെ കൊണ്ടുപോകാനുള്ള തൗഫീക്കും കരുത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. മുസ്ലിം നാടുകൾക്ക് അള്ളാഹു നിർഭയത്വവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ നാട്ടില് മഴ പെയ്യുന്ന സമയത്ത് അല്ലെ, നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയാണ്, പക്ഷെ ഇവിടെ ചൂടാണ്. ഇവിടെ നല്ല ചൂടാണ്. ഇന്നലെയൊക്കെ 45 ഡിഗ്രി ആയിട്ടുണ്ട്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ 45 ആകും, 50 ആകും, 55 ഡിഗ്രി ഒക്കെ ആകും. ഇന്നലെ മിനിഞ്ഞാന്ന് കുറച്ച് ഫുഡുകളൊക്കെ കൊടുക്കാൻ വേണ്ടി കുറെ തൊഴിലാളികളുടെ ക്യാമ്പിലേക്ക് പോയപ്പം ഈ 50-55 ഡിഗ്രി ചൂടിലൊക്കെ ആളുകൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജോലി ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മളെ നാട്ടിലൊക്കെ ഒരു 40 ഡിഗ്രി എന്ന് പറയുമ്പോൾ വന്നാൽ ആരും പുറത്തിറങ്ങരുത്, ജോലിക്ക് പോകരുത് എന്നൊക്കെയുള്ള മുന്നറിയിപ്പുകൾ വരും. അത് കഴിഞ്ഞ് 45, 50, 55 ഡിഗ്രിയിൽ ഇവിടെ ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചൂടിനെയും ബുദ്ധിമുട്ടുകളെയും വകവെക്കാതെ സ്വന്തം കുടുംബത്തെ പോറ്റാൻ വേണ്ടി പ്രവാസികളായി വന്ന ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചാണ് ആളുകൾ ഇവിടെ ജീവിക്കുന്നതും നിൽക്കുന്നതും ഒക്കെ. ഇത്തരം പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ
ഒരുപാട് അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഉണ്ടാവും. പക്ഷെ അതെല്ലാം പരിഹരിച്ചു തരേണ്ടവൻ റബ്ബാണ്. അള്ളാഹുവിന്റെ അറിവില്ലാതെ, ഇൽമില്ലാതെ ലോകത്തൊന്നും എവിടെയും സംഭവിക്കുകയില്ലല്ലോ. അപ്പൊ ഇത് ഖുർആൻ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിലാവട്ടെ ഈ ഭൂമിയിലാവട്ടെ ഏതൊരു വിപത്ത് ബാധിച്ചാലും അത് അള്ളാഹുവിന്റെ അറിവോട് കൂടിയേ സമ്മതിക്കുള്ളൂ, ഇത് ഇറങ്ങുള്ളൂ, അല്ലെങ്കിൽ സംഭവിക്കുള്ളൂ. അപ്പൊ അതിലൊക്കെ ഖൈറിനെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കടമ. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഇത്തരം അശാന്തികൾ മാറിക്കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നിർഭയത്വവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് പരലോക മോക്ഷവും സ്വർഗവുമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബിന്റെ കലാം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുന്ന ഈ സമയത്തെ അള്ളാഹു ഏറ്റവും അനുഗ്രഹീത പൂർണ്ണമാക്കട്ടെ, ബർക്കത്തുള്ളതാവട്ടെ. നാളെ ഏറ്റവും കനം തൂങ്ങുന്ന നന്മകളായി അള്ളാഹു അതിനെ നമുക്ക് തിരിച്ചു നൽകുമാറാവട്ടെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.